ഹായ് എവറി വൺ, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഇന്ന് 24,000 എന്ന ലെവൽ മറികടന്നെന്ന് മാത്രമല്ല 24,200 മുകളിലേക്ക് കടന്നുകൊണ്ട് ശക്തമായ നിലയുറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ വീണ്ടും FIAs നെറ്റ് ബയേഴ്സ് ആയതും അതുപോലെ ഇന്ത്യ വിക്സ് 12 എന്ന ലെവലിലേക്ക് താഴ്ന്നതും ഇന്ത്യൻ റൂപ്പി ഡോളറിനെതിരെ 95 എന്ന ലെവൽ നിലനിർത്തിയതുമൊക്കെ മൊത്തത്തിൽ മാർക്കറ്റിൽ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ബ്രോഡ് മാർക്കറ്റിൽ നല്ല ബൈങ് നടന്നതായിട്ട് കാണാം. മൊത്തം അക്രോസ് മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ നോക്കുമ്പോൾ എല്ലാം പച്ച കത്തി നിൽക്കുന്നത് കാണാം. അവിടെ IT സ്റ്റോക്കുകളിലുള്ള ആ ഒരു ജൈത്രയാത്ര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഗ്ലോബലായിട്ടുള്ള AI ജയന്റ് കമ്പനികളിൽ ഭീമമായ എമൗണ്ട് നിക്ഷേപിച്ച് കാത്തിരിക്കുന്നതിന് പകരം ഇന്ത്യൻ IT കമ്പനികൾ ഈ ഒരു മേഖലയിൽ ഹെഡ്ജ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തുടർച്ചയായ ഇടിവിലായിരുന്നതിനാൽ അതൊരു ബീറ്റൺ ഡൗൺ സെക്ടറായിട്ട് മാറിയിരുന്നു. പല പ്രമുഖ IT സ്റ്റോക്കുകളുടെയും വാല്യുവേഷൻ വളരെ ഫെയർ ആയിട്ടുള്ള ഒരു ലെവലിൽ വന്നിരുന്നു. കൂടാതെ സെക്ടറിലെ പല കമ്പനികളുടെയും പുതിയ ഓർഡർ ബുക്കുകളും മെച്ചപ്പെട്ട ക്വാർട്ടർലി ഏർണിംഗ്സ് റിപ്പോർട്ടുകളും പ്രത്യേകിച്ച് കോഫോജ് പോലെയുള്ള സ്റ്റോക്കുകൾ ശക്തമായി മുന്നോട്ട് വന്നതുമൊക്കെ മാർക്കറ്റിൽ ആത്മവിശ്വാസം വളർത്തിയിട്ടുണ്ട്. കൂടാതെ ജെഫ്രീസ് പോലെയുള്ള ഇൻ്റർനാഷണൽ റേറ്റിംഗ് ഏജൻസികൾ ഇന്ത്യൻ IT സ്റ്റോക്കുകളെ ന്യൂട്രൽ എന്നുള്ള വ്യൂവിലേക്ക് ഉയർത്തിയതും ഒരു പോസിറ്റീവ് തരംഗം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ അപകട സാധ്യതകളുണ്ട്. കാരണം നിലവിലുള്ള ഈ ഒരു IT സ്റ്റോക്കിലെ റാലി ഒരു ടാക്ടിക്കൽ റൊട്ടേഷൻ ആയിരിക്കാം. കാരണം മറ്റ് മാർക്കറ്റിൽ നിന്നും താൽക്കാലികമായി പണം മാറ്റുന്നത് കൊണ്ട് ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അമേരിക്കയിലെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും അതുപോലെ US മാർക്കറ്റിലെ IT സ്പെൻഡിങ് അത് കൂടുതൽ തുക വലിയ കമ്പനികൾ മാറ്റിവെക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കൂടാതെ ട്രഡീഷണൽ IT സർവീസസിൻ്റെ ഡിമാൻഡ് കുറയാനും മാനുവലായിട്ടുള്ള ആ ഒരു ജോലിഭാരം AI ഏറ്റെടുക്കും എന്നുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലോങ് ടേം ആയിട്ടുള്ള ആ ഒരു വളർച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾ അത് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ വെറും ഒരു ആൻറ്റി AI ട്രേഡ് കൊണ്ട് മാത്രം ലോങ് ടേമിൽ ഈ റാലി നിലനിൽക്കണമെന്നില്ല. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൽ നിന്നുള്ള ക്ലയൻറ്റിൻ്റെ IT സ്പെൻഡിങ്സ് വർദ്ധിക്കുകയും IT കമ്പനികൾ തങ്ങളുടെ ഏർണിങ്സ് ഗ്രോത്ത് വരും ക്വാർട്ടറുകളിലും നിലനിർത്തുകയും ചെയ്താൽ മാത്രമേ ഈ ഒരു റാലി തുടരാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇതേപോലെ ഇന്ന് മെറ്റൽ സ്റ്റോക്കുകളിലും ഒരു ഉണർവ് വന്നതായിട്ട് കാണാം. ഇന്ന് പുറത്തു വന്ന ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ അത് പ്രതീക്ഷിച്ചതിലും മികച്ച ഒരു വളർച്ച രേഖപ്പെടുത്തിയിരുന്നു. 7.3% എന്നുള്ള ഒരു വളർച്ചയാണ് അത് സൂചിപ്പിച്ചത്. കൂടാതെ മാനുഫാക്ചറിങ് നിർമ്മാണ മേഖലകളിലുള്ള ഒരു വളർച്ച 7.8% ആയിട്ട് ഉയർന്നത് സ്റ്റീല്, അലൂമിനിയം തുടങ്ങിയ മെറ്റലുകളുടെ ആഭ്യന്തര ഡിമാൻഡ് വർദ്ധിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നൽകുന്നത്. കൂടാതെ അമേരിക്കൻ ഡോളർ സൂചികയിൽ അല്പം ഇടിവ് സംഭവിച്ചതും ഗ്ലോബൽ ലെവലിൽ കമ്മോഡിറ്റിയുടെ വില വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. കാരണം ഡോളർ ദുർബലമാകുമ്പോൾ മെറ്റൽ പോലുള്ള കമ്മോഡിറ്റികൾ മറ്റ് കറൻസികൾ വാങ്ങുന്നത് കൊണ്ട് ചെലവ് കുറഞ്ഞതാവുകയും ആഗോള ഡിമാൻഡ് ഉയരുകയും ചെയ്യുന്നു. അതുകൂടാതെ സെയിൽ പോലെയുള്ള കമ്പനികൾ പുറത്തുവിട്ട മികച്ച Q1 ഏർണിംഗ്സ് റിപ്പോർട്ടുകളും അതുപോലെ ലോയിഡ് മെറ്റൽസ് പോലെയുള്ള മുൻനിര കമ്പനികളുടെ ശക്തമായ ഓപ്പറേഷണൽ അപ്ഡേറ്റ്സുകളുമൊക്കെ മെറ്റൽ സ്റ്റോക്കുകളിലുള്ള നിക്ഷേപകരുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ IT മെറ്റൽ സ്റ്റോക്കുകളിലുള്ള ശക്തമായ റാലിയും ഇതുകൂടാതെ FMCG, ഫാർമ, ബാങ്കിങ് തുടങ്ങിയ സെക്ടറുകളിലൊക്കെ ഒരു റിക്കവറി നടന്നു. ഇന്നലെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഫോൾ കാരണം താഴോട്ടേക്ക് പോയ FMCG ഇന്ന് വീണ്ടും തിരിച്ചു വന്നതായിട്ട് കാണാം. ഹിന്ദുസ്ഥാൻ യൂണിലിവറിലും ഒരു വാല്യൂ ബൈങ് ശക്തമായി നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് റിയൽറ്റി സെക്ടറിലും ഓട്ടോ സെക്ടറിലും മാത്രമാണ് ഒരു നേരിയ പ്രോഫിറ്റ് ബുക്കിംഗ് കാരണം ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് കാണുന്നത്. ബാക്കി എല്ലാ സെക്ടറുകളും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തതായിട്ട് കാണാം. ഇതുകൂടാതെ ക്രൂഡ് ഓയിലിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ച് 86-87 എന്നുള്ള ആ ഒരു ലെവലിൽ വലിയ എസ്കലേഷൻ കാണിക്കാതെ നിലനിൽക്കുന്നത് തന്നെ മാർക്കറ്റിൽ വളരെ പോസിറ്റീവായ ഒരു സെൻറ്റിമെൻറ്റ് സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ ഇറാൻ US കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് പുതിയ ചില ഡെവലപ്മെൻറ്റുകൾ വന്നതായിട്ടും കാണാം. അവിടെ പ്രധാനപ്പെട്ട 2 ഡെവലപ്മെൻറ്റുകൾ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഒന്ന്, ഈ ഗൾഫ് കോപ്പറേറ്റീവ് കൗൺസിൽ അഥവാ GCC അവർ പിന്തുണക്കുന്ന ഒരു സംയുക്ത GCC ബാക്ക്ഡ് പ്രപ്പോസൽ ഒമാന് ഇറാന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹോർമസ് വിഷയത്തിലുള്ള ചർച്ചകൾ തങ്ങളുമായിട്ട് ഒമാൻ നേരിട്ട് നടത്തുന്നതാണെന്നും ഇതിൽ അമേരിക്ക ഉൾപ്പെട്ടിട്ടില്ലെന്നും ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ മുൻകൈയിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് തങ്ങൾക്ക് പ്രതീക്ഷയില്ലെന്നും ഒമാൻ വഴി ഗൾഫ് മേഖലയിലുള്ള അയൽരാജ്യങ്ങളുമായി പ്രാദേശിക തലത്തിൽ ഒരു പ്രശ്നപരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ ആദ്യമായാണ് ഇത്തരത്തിൽ അമേരിക്ക ഒഴിവാക്കിക്കൊണ്ടുള്ള ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഇറാൻ ഒരു നേരിട്ടുള്ള ആശയവിനിമയത്തിന് തയ്യാറാവുന്നത്.
അപ്പോൾ ഇവിടെ സ്ട്രൈറ്റ് ഫോർമസിലൂടെയുള്ള ആ ഒരു ഷിപ്പ് മൂവ്മെൻറ്റ് സുഗമമാക്കാനും സുരക്ഷ ഉറപ്പാക്കാനും ഗൾഫ് രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു ജോയിൻറ്റ് സംവിധാനം ഒരുക്കാനാണ് ഒമാൻ മുന്നിട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശത്തിൽ പറയുന്നത്. അതായത് നിർബന്ധിതമായിട്ടുള്ള ചാർജുകൾക്ക് പകരം ആ ഒരു ഷിപ്പ് റൂട്ടിൻ്റെ പരിപാലനത്തിനും അതിൻ്റെ സെക്യൂരിറ്റി മെഷേഴ്സുമായി ബന്ധപ്പെട്ട് അതിന് താല്പര്യമുള്ളവർ നൽകുന്ന ആ ഒരു വളണ്ടറി ആയിട്ടുള്ള ഒരു ഫീസ്, അത്തരത്തിലുള്ള ഒരു മാതൃക നടപ്പിലാക്കാനാണ് ഒമാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ പറയുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് കാണുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച. അത് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ വൈറ്റ് ഹൗസിൽ ഏകദേശം 1.5 മണിക്കൂർ നീണ്ട അടച്ചിട്ട മുറിയിൽ നടന്ന ഈ ചർച്ച വളരെ പോസിറ്റീവും പ്രൊഡക്റ്റീവുമായിരുന്നു എന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് കരോളിൻ ലീവിറ്റ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുമ്പായിട്ട് ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ ട്രംപ് നെതന്യാഹുവിനോടുള്ള ചില വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞതായിട്ട് കാണുന്നത് അത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഇറാൻ്റെ പിക്കാക്സ് മൗണ്ടൻ എന്ന രഹസ്യ അണുവായുധ കേന്ദ്രത്തെക്കുറിച്ച് തനിക്ക് വ്യക്തമായ വിവരമുണ്ടെന്നും അക്കാര്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞ് തന്നെ യുദ്ധത്തിൽ നിലനിർത്താൻ നെതന്യാഹു ശ്രമിക്കേണ്ടതില്ലെന്നും ട്രംപ് തുറന്നടിച്ചത് എല്ലാവരും ഞെട്ടിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ ചില ദിവസങ്ങളിലായിട്ട് US ഇറാനുമേലുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ചർച്ചകളിലൂടെ വിഷയം പരിഹരിക്കാൻ സാവകാശം നൽകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ടെമ്പററി സീസ് ഫയർ എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇറാനുമായി ഒരു ധാരണയിലെത്താൻ അവസരമുണ്ടെന്നും താൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ചർച്ചകൾ പരാജയപ്പെടുകയോ ഇറാൻ കരാറുകൾ ലംഘിക്കുകയോ ചെയ്താൽ ഇറാനെ കംപ്ലീറ്റ് ആയിട്ട് ആക്രമിക്കുമെന്നുള്ള ആ ഒരു ഭീഷണി ഇപ്പോഴും ട്രംപ് മുഴക്കുന്നുണ്ട്. അപ്പോൾ ഈ പേർഷ്യൻ ഗൾഫിലൂടെയുള്ള ആ ഒരു ഗ്ലോബൽ ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ പുനഃസ്ഥാപിക്കുക എന്നതാണ് US നൽകുന്ന ഒരു പ്രധാന പരിഗണന എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. എങ്കിലും ഈ ചർച്ചകളുടെയൊക്കെ ഒരു ഗതി എന്താകുമെന്ന് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടെമ്പററി ആയിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു റിലാക്സേഷൻ അത് എത്രമാത്രം നീണ്ടു നിൽക്കും എന്നതും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിട്ട് തന്നെയാണ് മാർക്കറ്റിൽ നീങ്ങുന്നത്. കൂടാതെ ഇന്ന് വരാൻ പോകുന്ന USൻ്റെ FOMC മീറ്റിംഗ് റിസൾട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് അർദ്ധരാത്രി പുറത്തു വരുന്ന കെവിൻ വാഷിൻ്റെ ആ ഒരു പ്രസ് കോൺഫറൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫെഡറൽ റിസർവിൻ്റെ നിലവിലെ ആ ഒരു പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്താനാണ് സാധ്യത എന്നാണ് ഭൂരിഭാഗം മാർക്കറ്റ് അനലിസ്റ്റുകളും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ 2% എന്ന ലക്ഷ്യത്തേക്കാൾ ഉയർന്ന നിലയിൽ തുടരുന്നതിനാൽ ഭാവിയിൽ ഒരു ഫോർവേഡ് ഗൈഡൻസ് ഒഴിവാക്കാനാണ് കെവിൻ വാൾഷ് ശ്രമിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെഡറൽ റിസർവ് ഇത്തവണ ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല. കൂടാതെ ഈ പോളിസി കൂടുതൽ കർശനമാക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്തില്ല എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പൊതുവെ മാർക്കറ്റ് വെച്ച് പുലർത്തുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കായിട്ടുള്ള സുസ്ലോൺ എനർജി കഴിഞ്ഞ 5 ദിവസത്തെ ട്രേഡിങ്ങിൽ ഏകദേശം 10% താഴത്തേക്ക് വന്നതായിട്ട് കാണാം. അപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന അതിൻ്റെ റിസൾട്ടിൽ റവന്യൂവിൽ 22% വർധനവുണ്ടായിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റിൽ 5% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിട്ടുള്ളത്. എബിറ്റ മാർജിൻ 15.6% കുറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബൽ ആയിട്ടുള്ള ഈ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷനും അതുപോലെ ഈ നിർമ്മാണ ചെലവുകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും സുസ്ലോൺ 2.0 ആ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുള്ള നിക്ഷേപങ്ങൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ മാർജിൻ കുറയാൻ കാരണമായിട്ടുള്ളത് എന്നാണ് ഗൈഡൻസിൽ കാണുന്നത്. അപ്പോൾ ഈ Q1ൻ്റെ ഈ ഒരു പ്രോഫിറ്റിലും മാർജിനിലും പ്രതീക്ഷ മുന്നേറ്റം ഉണ്ടാകാത്തതിനാൽ ലീഡിംഗ് ആയിട്ടുള്ള ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊക്കെ ഇതിൻ്റെ ടാർഗറ്റ് പ്രൈസ് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ നൊവാമ 56 എന്ന ടാർഗറ്റ് 51 ആയിട്ട് കുറച്ചിട്ടുണ്ട്. പക്ഷേ ഹോൾഡ് റേറ്റിംഗ് തന്നെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ UBS ഇതിൻ്റെ മാർക്കറ്റ് സാധ്യത നിലനിൽക്കുമ്പോഴും ടാർഗറ്റ് 66 ആയിട്ട് കുറച്ചിട്ടുണ്ട്. അതുപോലെ ആക്സിസ് ക്യാപിറ്റൽ, ഇൻവെസ്റ്റെക്, ആംബിറ്റ് ക്യാപിറ്റൽ തുടങ്ങിയ പല സ്ഥാപനങ്ങളും ഇതിൻ്റെ ടാർഗറ്റ് ചെറിയ കുറവ് വരുത്തിയതായിട്ട് കാണാം. എന്നാൽ താൽക്കാലിക തിരിച്ചടിയേക്കാൾ കമ്പനിയുടെ ആ ഒരു ലോങ് ടേം വളർച്ചയാണ് എല്ലാവരും പ്രതീക്ഷയോടെ നോക്കി കാണുന്നത്. കമ്പനിയുടെ മാനേജ്മെൻറ്റും അതുപോലെ മാർക്കറ്റിലെ പല അനലിസ്റ്റുകളും രണ്ടാം പകുതിയിൽ ശക്തമായൊരു തിരിച്ചുവരവ് സുസ്ലോണിലുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ നിലവിലുള്ള ശക്തമായ ഓർഡർ പൈപ്പ് ലൈനും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കായിട്ടുള്ള ലാർസൺ & ടൂബ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിൽ റവന്യൂവിൽ ഏകദേശം 6% കൂടുതലുള്ള ഒരു വർധനവും പ്രോഫിറ്റിൽ 14% വർധനവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് കമ്പനി നേടിയിരിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ഉയർന്ന ട്രഷറി വരുമാനം
അത് ഏകദേശം 75% വർധനമുണ്ടായിട്ടുണ്ട്. അത് അതർ ഇൻകം നേടാൻ കമ്പനിയെ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ ഏകദേശം 1 ലക്ഷം കോടിയുടെ പുതിയ ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതോടെ കമ്പനിയുടെ മൊത്തം ഓർഡർ ബുക്ക് അതിൻ്റെ ഉയർന്ന നിരക്കായിട്ടുള്ള ഏകദേശം 7.79 ലക്ഷം കോടിയിലെത്തിയിരിക്കുകയാണ്. ഇത് അടുത്ത 3-4 വർഷത്തെ ഒരു മികച്ച ഒരു റവന്യൂ വിസിബിലിറ്റിയാണ് ഈ സ്റ്റോക്കിന് നൽകുന്നത്. അപ്പോൾ ആകെ ലഭിച്ച പുതിയ ഓർഡറുകളിൽ 56% ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിൽ നിന്നാണ് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. എന്നാൽ റോ മെറ്റീരിയൽ കോസ്റ്റിലുണ്ടായിട്ടുള്ള വർധനവും അതുപോലെ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസും ലോജിസ്റ്റിക് കോസ്റ്റുകൾ വർദ്ധിച്ചതുമൊക്കെ കാരണം ഇവരുടെ എബിറ്റ മാർജിൻ 9.9%-ൽ നിന്ന് 9% ആയിട്ട് നേരിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വെസ്റ്റ് ഏഷ്യൻ മേഖലയിലെ ഈ ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ കാരണം ആ ഒരു എക്സിക്യൂഷനിൽ ഒരു സ്ലോ ഡൗൺ ഉണ്ടായിട്ടുണ്ട്. അത് കമ്പനിയുടെ പെർഫോമൻസിനെ ബാധിച്ചതായിട്ടും മാനേജ്മെൻറ്റ് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്സും അതുപോലെ സ്വകാര്യ മേഖലയിലുള്ള പ്രൈവറ്റ് ക്യാപെക്സുകളും ഒക്കെ കമ്പനിക്ക് അനുകൂലമാണ്. അപ്പോൾ വരുന്ന ക്വാർട്ടറുകളിൽ ഏകദേശം 15 ലക്ഷം കോടിയുടെ ബിസിനസ് അവസരങ്ങളാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൺസൂണിന് ശേഷം രാജ്യത്തുടനീളം നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗമാകുന്നതിലൂടെ ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഒരു രണ്ടാം പകുതി കൂടുതൽ ശക്തമാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ലെവലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പുട്ട് കോൾ റേഷ്യോ ഇപ്പോൾ 1.17 എന്ന ലെവലിൽ പുട്ട് റൈറ്റിംഗ് കൂടുതലായിട്ട് നടക്കുന്നതായിട്ട് കാണാം. ഇത് ബുൾസിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ മാക്സ് പെയിൻ 24,200 എന്ന ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിനെ ചുറ്റിപ്പറ്റിയാണ് മാർക്കറ്റ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ 24,200 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും അതിനുശേഷം 24,000 ഒരു ശക്തമായിട്ടുള്ള മേജർ സപ്പോർട്ടായിട്ടും ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവിടെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് 24,400 ആയിരിക്കും. അപ്പോൾ ഈ 24,200 ലെവലിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ്. എന്നാൽ 24,400 ഒരു ശക്തമായ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ലെവൽ ബ്രേക്ക് ചെയ്താലായിരിക്കും നല്ലൊരു ഷാർപ്പ് റാലി നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.